മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു പാർലമെന്റ് സമ്മേളനത്തിലാണ് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചത്. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി മുന്ന എന്ന് വിളിക്കുന്നത്. പിന്നീട് അത് കേരളത്തിൽ ഉടനീളം ചർച്ചയായി. അന്ന് നമ്മുടെ ബ്രിട്ടാസ് വെല്ലുവിളിച്ചു. ഉടൻ തന്നെ തൃശ്ശൂരിലെ ആ അക്കൗണ്ട് പൂട്ടിക്കും, നിയമത്ത് പൂട്ടിച്ചത് കണ്ടില്ലേ എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞില്ല. ഈ ജോൺ ബ്രിട്ടാസ് ആരെയാണോ സുഖിപ്പിക്കാൻ ശ്രമിച്ചത്, ആർക്കു വേണ്ടിയാണോ സംസാരിച്ചത്, ആരെ സുഖിപ്പിക്കാനും ആർക്കു വേണ്ടിയുമാണ് സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ചത്, ആ ജനങ്ങൾ തന്നെയാണ്, ആ ജനങ്ങളിലെ നേതാക്കൾ തന്നെയാണ്, ആ ജനങ്ങളുടെ പാർട്ടി തന്നെയാണ്, മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ നേതാക്കളും തന്നെയാണ് ഇന്ന് ജോൺ ബ്രിട്ടാസിനെ മുന്ന എന്ന് വിളിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത്. ഇദ്ദേഹമാണ് യഥാർത്ഥ മുന്ന എന്നാണ് ആ മുസ്ലിം നേതാക്കൾ പറയുന്നത്, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നത്. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇടനില നിന്ന് പ്രവർത്തിച്ചു, മികച്ച പ്രവർത്തനമാണ്, അതുകൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് ഒറീസക്കാരനായ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുകയാണ്. ഇദ്ദേഹം ജീവിതത്തിൽ പ്രതീക്ഷിച്ചു കാണില്ല ഇത്തരമൊരു രഹസ്യ നീക്കം മന്ത്രി പുറത്തു പറയുമെന്ന്. ഉത്തരേന്ത്യയിലെ BJP-ക്കാരെയാണോ രാഷ്ട്രീയം പഠിപ്പിക്കാൻ? അവർക്കാണോ രാഷ്ട്രീയം അറിയാത്തത്? നോക്കൂ, കോൺഗ്രസ് ഉണ്ടാക്കിയ ആ ചരിത്രം, കോൺഗ്രസ് ഉണ്ടാക്കിയ അവരുടെ അടിത്തറ, അവരുടെ ചരിത്രവും അടിത്തറയും ഇളക്കിക്കൊണ്ട് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകണമെങ്കിൽ അത്രത്തോളം കഴിവുള്ള നേതാക്കളാണ് അവിടെ ഇരിക്കുന്നത്, തങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് അറിഞ്ഞില്ല. സുരേഷ് ഗോപിയെ നോക്കി അങ്ങ് വീമ്പളക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു തിരിച്ചടി എന്തായാലും ജോൺ ബ്രിട്ടാസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൽ അന്താളിച്ച് നിൽക്കുകയാണ് ജോൺ ബ്രിട്ടാസും CPM-ഉം. കാരണം അവർ പല വാദഗതികളാണല്ലോ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയത്. പ്രത്യേകിച്ച് ശിവൻകുട്ടി ഒപ്പിട്ടോ ഒപ്പിട്ടില്ലെന്നറിയില്ല, CPM വിമർശിക്കുന്നു, CPM-കാരുടെ തോളിൽ കൈയിടുന്നു, CPI-യുടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു, മന്ത്രിമാർ തമ്മിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കുളം കലക്കുന്ന പരിപാടിയിൽ നടത്തി, കുളം കലക്കുന്ന പരിപാടിയിൽ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇല്ല, ഇതിൽ ആ കുളത്തിൽ കലക്കിയത്, ആ കുളത്തിൽ കൃത്യമായി തന്നെ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇതെന്തായാലും വലിയ രീതിയിൽ തന്നെ ജോൺ ബ്രിട്ടാസിനും CPM-നും തിരിച്ചടിയായിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് ഡൽഹിയിലെ ശക്തി കേന്ദ്രമാകാൻ വേണ്ടി പല തരികിടകളും കാണിക്കുന്നതിൽ ഒരു തരികിട മാത്രമായിരുന്നു ഈ വിഷയം. നാം അത് പല വിഷയങ്ങളിലും പരിശോധിച്ചാൽ അറിയാം. എന്തായാലും ചിലപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിലെ ഒരു സീറ്റ് ആഗ്രഹിച്ചാണോ ഇത്തരത്തിലൊരു തരികിട കാണിക്കുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായി തന്നെ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമോ കഴിയില്ല എന്ന് വ്യക്തമല്ല. കാരണം പണ്ടും ഒരു ചാനലിൽ നിന്നും ഒരാൾ ചാടി കിണറ്റിലിറങ്ങി തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ആ കിണറ്റിലിറങ്ങിയ വ്യക്തി, കണ്ണൂരിലെ കിണറ്റിലിറങ്ങിയ വ്യക്തി വിജയിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും ചാനലിൽ നിന്നിറങ്ങി കണ്ണൂരിലേക്ക് മറ്റൊരാൾ വണ്ടി കയറുമോ എന്നുള്ള സംശയമാണ്. അങ്ങനെ കയറി വിജയിച്ചാൽ എന്തായാലും ഉറപ്പായി തന്നെ മന്ത്രിസഭ സ്ഥാനം ലഭിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തന്നെ മരുമകന് മന്ത്രിസ്ഥാനം നൽകിയില്ലേ. അപ്പോൾ മരുമകൻ ആകും മുമ്പ് പിണറായി വിജയന്റെ പെട്ടി പിടിച്ച ജോൺ ബ്രിട്ടാസിന് ഉറപ്പായി തന്നെ മന്ത്രിസ്ഥാനവും ലഭിക്കും. അത് കണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത്തരമൊരു തിരിച്ചടി, ഒരു സമുദായം മുഴുവൻ ഇദ്ദേഹത്തിന് എതിരായി ഇദ്ദേഹത്തെ മുന്ന എന്ന് വിളിക്കുകയാണ്. കാരണം ആ എമ്പുരാനിലെ കഥാപാത്രം നമുക്കറിയാം, അവിടുത്തെ ജനങ്ങളെ ഒരു ഒറ്റുകാരനായാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച, പുറകിൽ നിന്ന് കുത്തിയ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പുറകിൽ നിന്ന് കുത്തിയ ഒരു മുന്നയായിട്ടാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ചിത്രീകരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ സ്വപ്നം സീറ്റ് കിട്ടിയാൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മലബാറിലെ ചില മണ്ഡലങ്ങളാണ്.
കണ്ണൂരിലെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ ഇദ്ദേഹം മുന്നയെന്ന് വിളിച്ച് ചിലരെ സുഖിപ്പിക്കാൻ ശ്രമിച്ചില്ലേ, അത്തരക്കാർ പിന്തുണയ്ക്കണം. പക്ഷെ അത്തരക്കാരാണ് ഇന്ന് ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള ചില ഗിമ്മിക്കുകൾ കാണിക്കും. പണ്ട് നാം കണ്ടല്ലോ, കുംഭമേളയെ വിമർശിക്കുകയായിരുന്നു. കുംഭമേളയെ വിമർശിച്ച് അദ്ദേഹം ചൈനയുമായി താരതമ്യം, ചൈന അവിടെ ഏഴിൽ തിരമാലകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ കുംഭമേളയിൽ ഗംഗയിൽ മുങ്ങിക്കുളിക്കുകയാണ്, ഇതെന്ത് നാടാണെന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യം, ഹൈന്ദവ വിരുദ്ധമായ ഒരു സംഭവം എന്തായാലും അതിവേഗം തന്നെ ഉണ്ടാകും. പക്ഷെ എത്ര അതിവേഗം ഉണ്ടായാലും ആ സമുദായത്തിന്റെ പ്രശ്നം മറവിയില്ല എന്നതാണ്. ഇപ്പോൾ ഹൈന്ദവ വിഭാഗവുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ച് നോക്കും. അവിടെ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2019 തെരഞ്ഞെടുപ്പിൽ CPM വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആകെ ലഭിച്ചത് ഒരു സീറ്റാണ്. ആ സീറ്റ് നേടിയ ശേഷം 2021 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 20 തദ്ദേശ സ്വയംഭരണം വരുമ്പോൾ തന്നെ ജനങ്ങൾ പകുതിയിലേറെ കാര്യങ്ങൾ മറന്നു CPM അനുകൂലമായി തീരുമാനിക്കുന്നു. CPM അനുകൂലമായി തീരുമാനിക്കുന്നു എന്ന് നാം പറയുമ്പോഴും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ CPM പരാജയപ്പെടുത്താമെന്ന് കരുതി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴോ അവിടെ ഇതിനെയും കാട്ടി വലിയ തീവ്രവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസ് പാളയത്തിൽ. അപ്പോൾ അതിനേക്കാൾ നല്ലത് CPM വോട്ട് ചെയ്യുന്നതാണല്ലോ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ടാകും. മറിച്ച് BJPക്ക് വോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ കൃത്യമായി തന്നെ നേതാക്കളില്ല, ഒരു വിജയ പ്രതീക്ഷയില്ല. തങ്ങളുടെ വോട്ട് എന്തിനാണ് വെറുതെ പോകുന്നത് എന്ന ചിന്ത ജനങ്ങൾക്കുണ്ടായി അവർ സ്വാഭാവികമായി CPM വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നാം കുറച്ചു നാളുകളായി തന്നെ കാണുന്നത്. ഒന്നുകിൽ BJP തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണം, തങ്ങളുടെ നേതാക്കളെ ജനകീയരായി മാറ്റണം, ജനങ്ങളോടൊപ്പം നിൽക്കണം. അല്ലാതെ ഈ ചാനൽ ചർച്ചകളിലും കറങ്ങി അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാതെ അവരുടെ ആവശ്യങ്ങളിൽ അണിചേരാതെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനകീയരായ നേതാക്കളായി മാറിയാൽ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ നരേന്ദ്രമോദി അവിടെ നിന്ന് വികസനം ചെയ്യുന്നു, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തങ്ങളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് BJPയുടെ പരാജയം. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരൂ. കാരണം CPMന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ പോലും സജീവമാണ്. പക്ഷേ ഒന്നുമല്ലാത്ത, ആകെ ലഭിക്കുന്നത് ഇപ്പോൾ ആകെയുള്ളത് ഒരു MP മാത്രമാണ്. നിയമസഭയിലാണെങ്കിൽ 0 സീറ്റും. അങ്ങനെ പറയാമല്ലോ, നിയമസഭാ സമ്മേളനമുണ്ട്, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നേതാക്കളുണ്ട്. ഇത് അങ്ങനെയുമില്ല. തെക്ക് വടക്ക് നടക്കുകയാണ്. തെക്ക് വടക്ക് നടന്നാൽ പോലും ജനങ്ങളുടെ വീട്ടിൽ ഒന്ന് കയറാൻ മടിയാണ്.